മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവെച്ചെന്ന വാർത്ത നിഷേധിച്ച യമൻ എംബസി. മലയാളി നഴ്സിന്റെ വധശിക്ഷ പ്രസിഡന്റ് ഡോക്ടർ റാഷിദ് അൽ അലീമി ശരിവെച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഡൽഹിയിലെ യമൻ എംബസി പുറത്തിറക്കിയ കുറിപ്പിലാണ് വാർത്ത നിഷേധിച്ചത്. യമനിലെ സനായിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ഡോക്ടർ റാഷിദ് അൽ അലീമി ശരിവെച്ചുവെന്ന വാർത്ത നിഷേധിച്ചാണ് ഇന്ത്യയിലെ യമൻ എംബസി കമ്മ്യൂണിക്കെ പുറത്തിറക്കിയത്. നിമിഷപ്രിയയുടെ കേസ് നടന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ്. കേസ് കൈകാര്യം ചെയ്തതും ഹൂതികളാണ്. യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെ ചെയർമാനായ ഡോക്ടർ റാഷിദ് അൽ അലീമി ഇതുവരെ വധശിക്ഷ അംഗീകരിച്ചിട്ടില്ലെന്നും യമൻ എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ ഡിസംബർ 30-നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ഡോക്ടർ റാഷിദ് അൽ അലീമി ശരിവെച്ചതായി വാർത്തകൾ വന്നത്. ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി ദിയാദനം നൽകുന്നതടക്കമുള്ള നടപടികളുമായി കുടുംബവും മനുഷ്യാവകാശ പ്രവർത്തകരും നയതന്ത്ര വിദഗ്ധരുമടക്കം ശ്രമിക്കുന്നതിനിടയിലാണ് ആശങ്കയിലാഴ്ത്തുന്ന വാർത്തകൾ വന്നത്. തുടർന്ന് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം 2 തവണ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ ജനുവരി 3-ന് നിമിഷപ്രിയയ്ക്കായി മാനുഷിക പരിഗണനയിൽ ഇടപെടാമെന്ന് ഇറാൻ വാഗ്ദാനം ചെയ്തു. ഇറാന്റെ ഉന്നത വിദേശകാര്യ ഉദ്യോഗസ്ഥനാണ് സഹായം വാഗ്ദാനം ചെയ്തത്. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്രയും സംഭവ വികാസങ്ങൾ നിലനിൽക്കെയാണ് വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവെച്ചുവെന്ന വാർത്ത നിഷേധിച്ച് ഡൽഹിയിലെ യമൻ എംബസി വാർത്താക്കുറിപ്പിറക്കിയത്. യമൻ പൗരനായ തലാൽ അബ്ദു മെഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയ്ക്ക് യമനിൽ വധശിക്ഷ വിധിച്ചത്. 2017-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. 2020-ൽ കേസിൽ സനായിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു. 2023-ൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളി. എന്നാൽ ദിയാദനം നൽകി ശിക്ഷയിൽ നിന്ന് ഇളവ് നേടാനുള്ള അവസരം നൽകി. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.